എല്ലാവരും എൻ സി ആർ ടിയിൽ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഒക്കെ പഠിക്കുന്ന ആ ഭാഗത്ത് ടേബിൾ 1-3 കണ്ടിട്ടില്ലാത്തവർ ശ്രദ്ധിക്കണം. അസറ്റോണിൽ ഓക്സിജനും ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് വഴി ആഫ്റ്റർ മിക്സിംഗ് ഇൻട്രാക്ഷൻ കൂടുകയാണ് ചെയ്യുക. നെഗറ്റീവ് ഡീവിയേഷൻ ആണ് വരിക കേട്ടോ. തേർഡ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ? റൈറ്റ്. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് പേപ്പർ പ്രഷർ എന്ന ഫോർമുലയുടെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഹായ് മക്കളെ, എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ്. 2025 കീം എക്സാമിനേഷനിൽ 6 സെഷനിലായിട്ട് വന്നിട്ടുള്ള സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസ്, ആ ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഹോപ്പ് യു നോ ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് വീഡിയോ കണ്ടെയ്നിങ് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഡിസ്കഷൻ ഓഫ് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ലാസ്റ്റ് ഇയർ കീം എക്സാമിനേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് 1-2 വാക്കുകൾ. ഇറ്റ്സ് റിഗാർഡിംഗ് മാസ്റ്റർ കീം 2026 ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സിനെ കുറിച്ചാണ്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ CBSE സ്ട്രീമിലുള്ള കുട്ടികളാണ് എങ്കിൽ നിങ്ങളുടെ ബാച്ചുകൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 13-ാം തീയതിയാണ്. നിങ്ങൾ സ്റ്റേറ്റ് സിലബസിൽ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 18-ാം തീയതിയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ കോഴ്സിലെ ഒരു ഡീറ്റെയിൽഡ് ഷെഡ്യൂൾ, എന്തൊക്കെയാണ് പരിപാടികൾ, എങ്ങനെയാണ് ഡെയിലി മോക്ക് എക്സാംസ് നിങ്ങൾക്ക് വരുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക, എങ്ങനെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, നിങ്ങളെ എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽഡ് കണ്ടൻറ്റ് നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കും. അല്ലെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ +1 +2 ട്യൂഷൻ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങളും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബോട്ടണി, സുവോളജി എന്നുള്ള വിഷയങ്ങളിൽ തികച്ചും NCERT കണ്ടൻറ്റിലൂടെ കടന്നു പോകുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കോംപ്രഹെൻസീവ് കവറേജ് ഓഫ് NCERT യൂസ്ഫുൾ ഫോർ ദ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ ഇൻക്ലൂഡിങ് your 100% performance in the state board examination and CBSE board exam. ബോർഡ് എക്സാമിനേഷന് 100% നിങ്ങൾക്ക് പെർഫോം ചെയ്യാനും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോംപ്രഹെൻസീവ് കവറേജ്, സബ്ജക്റ്റ് കവറേജ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കുന്ന ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, first question, which of the following solvent has highest value of molar elevation constant Kb എന്നാണ് ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ടേബിൾ എല്ലാവരും NCERTയിൽ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഒക്കെ പഠിക്കുന്ന ആ ഭാഗത്ത് ടേബിൾ 1-3 കണ്ടിട്ടില്ലാത്തവർ ശ്രദ്ധിക്കണം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടേബിൾ 1-3 എല്ലാവരും ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. NCERT ടേബിൾ 1.3 അതിൽ കുറേയേറെ സോൾവെൻസിൻ്റെ KB, KF വാല്യൂസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് എടുത്ത് നോക്കുക. ആരാണ് KB വാല്യൂ ഹയ്യസ്റ്റ് വരുന്നത്, ആരാണ് ലോവസ്റ്റ് വരുന്നത്, അതുപോലെ KF വാല്യൂ ആരാണ് ഹയ്യസ്റ്റ് വരുന്നത്, ലോവസ്റ്റ് വരുന്നത്, ഇതൊക്കെ ഒന്ന് ആ ടേബിൾ ഒന്ന് നന്നായിട്ട് പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം. ആൻഡ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ, ഹയ്യസ്റ്റ് വാല്യൂ ഓഫ് KB ആണ് സൈക്ലോഹെക്സെയിൻ കാർബൺ ഡൈസൾഫൈഡ്. ഇറ്റ് ഈസ് ആ ടേബിള് ധാരണയുള്ളവർക്ക് അറിയാം. ഇറ്റ് ഈസ് തേർഡ് ചോയ്സ് കാർബൺ ടെട്രാക്ലോറൈഡ് ആണ്. അതിൻ്റെ വാല്യൂ നിയർലി ജസ്റ്റ് സ്ലൈറ്റ്ലി എബവ് 5 ആണ് വരുന്നത്. ആ ടേബിൾ എടുത്ത് പരിശോധിച്ച് നോക്കാം. ബാക്കിയുള്ളവർക്കൊക്കെ 3യോ 3യുടെ താഴെയോ ഒക്കെയാണ് കാണാൻ സാധിക്കുക. വെദർ ഇറ്റ് ഈസ് സൈക്ലോഹെക്സെയിൻ, കാർബൺ ഡൈസൾഫൈഡ്, അസെറ്റിക് ആസിഡ്, ക്ലോറോഫോമിൻ്റെ ജസ്റ്റ് 3 എബവ് മറ്റുമാണ് വരുന്നത്.
അതുപോലെ ബാക്കിയുള്ളവരുടെയൊക്കെ 3യുടെ താഴെ 2.9, 2.7 ആ റേഞ്ചിലാണ്, 2.4 ആ റേഞ്ചിലൊക്കെയാണ് ഉള്ളത്. വേർ the substance carbon tetrachloride വരുന്നത് 5 എന്ന 5ന്റെ ജസ്റ്റ് എബോവ് ഉള്ള ഒരു വാല്യൂ ആണ് എന്ന് കാണാൻ സാധിക്കും. എന്തായാലും ഈ ചോദ്യത്തിലൂടെ അവര് ഉദ്ദേശിക്കുന്നത് ആ ടേബിള് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് തന്നെയാണ്. ആ ടേബിളിൽ ഇല്ലാത്തൊരു ചോദ്യം പണ്ട് ചോദിച്ചിട്ടുണ്ട് ക്യാംഫറിനെ കുറിച്ച്. ക്യാംഫറിന്റെ KF വാല്യൂ വളരെ ഹൈ ആണ്, 40 ആണ് വരുന്നത്. ക്യാംഫറിന്റെ KF വാല്യൂ നമ്മുടെ ആ ടേബിളിൽ ഇല്ല. അതിന്റെ വാല്യൂ വരുന്നത് 40 ആണ്. KF വാല്യൂ, ഹയസ്റ്റ് വാല്യൂ KF എന്നും പറഞ്ഞൊരു ചോദ്യം പണ്ട് വന്നിട്ടുണ്ട്. ടെക്സ്റ്റിൽ ഉള്ള കണ്ടന്റ് അല്ല അത് കേട്ടോ, ക്യാംഫറിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം. In which of the following solution XY interactions are weaker than XX-YY interaction? XY interaction weaker than XX-YY എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മോളിക്കുലാർ ഇന്ററാക്ഷൻ കുറയുന്നു. ദാറ്റ് മീൻസ് പോസിറ്റീവ് ഡീവിയേഷൻ ആര് എന്നാണ് ചോദ്യം. മിക്സ് ചെയ്ത് കഴിയുന്നതിന് ശേഷം ആഫ്റ്റർ മിക്സിംഗ് ഇന്ററാക്ഷൻ കുറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ. ആഫ്റ്റർ മിക്സിംഗ് ഇന്ററാക്ഷൻ കൂടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് ഡീവിയേഷൻ. പഠിച്ചിട്ടുള്ളതാണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. മിക്സ് ചെയ്യുന്നതിന് മുൻപും മിക്സ് ചെയ്യുന്നതിന് ശേഷവും ഒരേ ഇന്ററാക്ഷൻ ആണെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ. സോ XY interaction, XY interaction similar to XX interaction and YY interaction. ഇതിനെയാണ് ഐഡിയൽ എന്ന് പറയുന്നത്. Where XY interaction very less compared to XX and YY, that is called positive deviation. അതുപോലെ XY interaction very high compared to XX and YY, that is called നെഗറ്റീവ് ഡീവിയേഷൻ. പഠിച്ചിട്ടുള്ളതാണ്, ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ചോദ്യം ഇവിടെ XY ഇന്ററാക്ഷൻ വീക്കർ ആവണം, ദാറ്റ് മീൻസ് പോസിറ്റീവ് ഡീവിയേഷൻ ആര് എന്നാണ് ചോദ്യം. ബ്രോമോ ഈതെയ്ൻ, ക്ലോറോ ഈതെയ്ൻ, ദിസ് ഈസ് ഐഡിയൽ ഇൻ നേച്ചർ. കാരണം ഒരേപോലുള്ള ആൾക്കാരാണ്. ബ്രോമോ ഈതെയ്ൻ, ക്ലോറോ ഈതെയ്ൻ. നോക്കൂ, സിമിലർ കോമ്പൗണ്ട്സ് വിൽ ഗോ ഫോർ ഐഡിയൽ സൊല്യൂഷൻ. പഠിച്ചിട്ടുണ്ട് സിമിലർ കോമ്പൗണ്ട്സ്. Carbon disulfide and acetone, that is our answer. Carbon disulfide and acetone, that will go for positive deviation. ഇത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്, ഇന്ററാക്ഷൻ കുറയും. ക്ലോറോഫോം അസറ്റോൺ നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ആഫ്റ്റർ മിക്സിംഗ് ഇന്ററാക്ഷൻ കൂടും. ക്ലോറോഫോമിൽ ഹൈഡ്രജനും അസറ്റോണിൽ ഓക്സിജനും ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് വഴി ആഫ്റ്റർ മിക്സിംഗ് ഇന്ററാക്ഷൻ കൂടുകയാണ് ചെയ്യുക. നെഗറ്റീവ് ഡീവിയേഷൻ ആണ് വരിക കേട്ടോ. അതുപോലെ ആസിഡ് വന്നു കഴിഞ്ഞാൽ പഠിപ്പിച്ചിട്ടുണ്ട് നെഗറ്റീവ് ഡീവിയേഷൻ. ആസിഡ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ഡീവിയേഷൻ. ബെൻസീൻ, ടൊളുവിൻ, ദാറ്റ് ഈസ് ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 5ഉം നോക്കൂ ഒരേപോലത്തെ കോമ്പൗണ്ട്സ് ആണ്. ദാറ്റ് വിൽ ബി ഐഡിയൽ സൊല്യൂഷൻ. 3 and 4 നെഗറ്റീവ് ആണ്. 2 ഈസ് അവർ ആൻസർ. സെക്കൻഡ് ചോയ്സ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ. The binary liquid mixture that has positive deviation from Raoult's law. Positive deviation from Raoult's law. Chloroform acetone നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ക്ലോറോ ഈതെയ്ൻ, ബ്രോമോ ഈതെയ്ൻ ഐഡിയൽ ആണ്. ഫീനോൾ അനിലീൻ നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ബെൻസീൻ, ടൊളുവിൻ ഐഡിയൽ ആണ്. ആൻഡ് ദി ആൻസർ ഈസ് ഒന്നും ചിന്തിക്കാനില്ല. ആൽക്കഹോൾ കണ്ടു കഴിഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആൽക്കഹോൾസ് കണ്ടു കഴിഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ. ആസിഡുകൾ കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് ഡീവിയേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ. ഫിഫ്ത്ത് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. റൈറ്റ്. അപ്പോൾ നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിൾസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്നത് ഈ ചോദ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ ചാപ്റ്ററിൽ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എക്സാമ്പിൾസ് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? റൈറ്റ്, ഫൈൻ. അടുത്ത ചോദ്യം.
Vapor pressure of pure benzene 78 gram per mole molar mass at a certain temperature is 0.85 bar. When 0.5 gram non-volatile non-electrolyte is added to 39 gram of benzene, the vapor pressure was found to be 0.845 bar at the same temperature. What is the molar mass of the substance എന്നാണ് ചോദ്യം. So we can write delta P by P naught equal to XB equal to NB by NA plus NB. Dilute solution ആണെങ്കിൽ NB by NA എന്ന് എടുക്കാം. ശരിയല്ലേ? And that is equal to weight of solute by molar mass of solute into weight of solvent by molar mass of solvent. And delta P by P naught എന്ന് വെച്ച് കഴിഞ്ഞാൽ it is P naught minus P by P naught അല്ലേ? So what is P naught? P naught തന്നിട്ടുണ്ട്. Vapor pressure of pure benzene given 0.85 minus P തന്നിട്ടുണ്ട് 0.845 divided by 0.85 equal to weight of solute കണ്ടല്ലോ 0.5 gram. So it is 0.5 divided by, we need to find out molar mass of the solute. MB ആണ് കാണേണ്ടത്. Weight of solvent കണ്ടു 39. So it is 39. Molar mass of solvent 78. കഴിഞ്ഞു. MB കണ്ടുപിടിക്കാം. Calculate MB. ഇതെന്തായി? ഇത് 2 times ആയി. 2 into 0.1. ഇത് 1 ആയി. അപ്പോൾ അത് പോയി. So MB equal to 0.85 divided by 0.85 minus 0.845 എന്ത് വരും? 0.85 എന്ത് വരും? 5 5 10. ഇവിടെ 0 ഇവിടെ 0 ശരിയല്ലേ? 0.005 ശരിയല്ലേ? 0.005 0.005 എന്ന് വെച്ച് കഴിഞ്ഞാൽ 85 divided by 0.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 85ന്റെ ഡബിൾ 160 170. Third choice is the correct answer. അല്ലേ? റൈറ്റ്. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന ഫോർമുലയുടെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. നോക്കൂ, മോളാർ മാസ് കണ്ടുപിടിക്കണം. P naught by P by P naught equal to chi B equal to NB by NA plus NB. NB negligible ആയിട്ട് എടുത്താൽ NB negligible ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ NB by NA എന്ന് എഴുതാം. That is WB by MB into W divided by WA by MA മുകളിലോട്ട് പോയി. ഇനി ഈ ഡാറ്റ ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായുള്ള കാൽക്കുലേഷൻ 85 by 0.5 എന്ന് വരും. ദാറ്റ് ഈസ് ഇൻറ്റു 2. 85 into 2 യു ഗെറ്റ് 170 ആസ് ദ കറക്റ്റ് ആൻസർ. ശരിയല്ലേ? റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം. The osmotic pressure of 0.01 molar aqueous solution of urea at 300 Kelvin is. So what is the formula? Osmotic pressure ന്റെ formula pi equal to CRT എന്നാണ്. C എത്ര? 0.01. 0.01 into R എത്ര? 0.082 into temperature 300 അല്ലേ? ഇതും ക്യാൻസൽ ആയി. സോ ഇറ്റ് ഈസ് 0.082 into 3 ചെയ്താൽ 2 6 2 24. അപ്പോൾ 0.246 എന്ന ആൻസറിലേക്ക് ലാൻഡ് ചെയ്യും. ഫിഫ്ത്ത് ചോയ്സ് അല്ലേ മക്കളെ? ഫിഫ്ത്ത് ചോയ്സ്. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും പറയാനില്ല. പൈ ഈക്വൽ ടു CRT. എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്യുക, ആൻസർ റിപ്പോർട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ സില്ലി മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം.
And that is the last question. So when 1 gram non-electrolyte solute dissolved in 50 gram benzene lowered the freezing point of benzene by 0.2. The freezing point depression constant തന്നിട്ടുണ്ട്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എത്ര എന്നാണ് ചോദ്യം. നോക്കാം. ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു kf into m എന്നാണ്. That is kf into weight of solute into 1000 by molar mass of solute into weight of solvent. നമുക്ക് ഇതാണ് കാണേണ്ടത് കിട്ടും. So it is mb equal to kf into weight of solute into 1000 divided by delta tf into weight of solvent. kf കണ്ടല്ലോ ഇവിടെ 5. So 5 into weight of solute കണ്ടു 1 gram 1 into 1000 divided by delta tf 0.2 weight of solvent 50. So the matter is over. ഈ ഒരു സീറോയും ഇതും എല്ലാം കൂടെ ക്യാൻസലായി. Now 100 by 0.2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 by 2 ആൻസർ ഈസ് 500. ഫസ്റ്റ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് നല്ല പരിചയമുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഫോർമുല, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആൻഡ് ഗെറ്റിംഗ് ദ ആൻസർ ആസ് ദ മോളാർ മാസ് 500 എന്ന് കിട്ടും. വൺസ് അഗെയിൻ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അതിൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. കാൽക്കുലേഷൻ പ്രിറ്റി സിമ്പിൾ ആണ്, റൈറ്റ്? അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൊല്യൂഷൻസ് എന്ന ഈ ചാപ്റ്ററിൽ വൺസ് അഗെയിൻ 6 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഒരു ചോദ്യം. അപ്പോൾ സൊല്യൂഷനിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നത് വളരെ സ്റ്റാൻഡേർഡ് ആണ്. മിക്കവാറും എല്ലാ പരീക്ഷകളും, ഏത് പരീക്ഷ എടുത്താലും സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പാറ്റേൺ. സെക്കൻഡ് ഇയറിലെ ടോപ്പിക് ആയതുകൊണ്ട് മിക്കവാറും എല്ലാവരും ഓർക്കുന്നുണ്ടാവും. പക്ഷേ സെക്കൻഡ് ഇയറിൽ ഇനിഷ്യൽ ചാപ്റ്ററാണ്. അങ്ങനെ മറന്നുപോയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ആ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യുക. അതിൽ വരുന്ന ചോദ്യങ്ങൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണെങ്കിലും ശരി, ഒരു പക്ഷേ അബ്നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആ എൻഡ് പോർഷനിലേക്കും വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് പോയേക്കാം. ഒന്ന് ശ്രദ്ധിച്ച് ആ കവറേജ് നന്നായിട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഈ ചാപ്റ്റർ ഭംഗിയായിട്ട് ഒന്ന് പഠിച്ച് അതിലെ ചോദ്യങ്ങൾ പരമാവധി എണ്ണം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആ ചാപ്റ്റർ നല്ലതായിട്ട് ഒരു ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും കഴിയുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് വർക്ക് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ, അത്ര ടഫ് ചാപ്റ്റർ ഒന്നുമില്ല. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഇവിടെ ഒന്നും നമുക്ക് അങ്ങനെ വന്നില്ല, ചില സമയത്തൊക്കെ ആ ആൻസർ കീ വളരെ ക്ലോസ് ആയിട്ട്, ചോയ്സ് വളരെ ക്ലോസ് ആയിട്ട് വരാനുള്ള ഒരു സാധ്യത ചില ചോദ്യങ്ങളിലുണ്ട്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന് നമ്മൾ നിർബന്ധിതരായിട്ട് തീരുകയും ചെയ്യും. എനിവേ, അത്തരം ചോദ്യങ്ങളൊന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷെ അത് വരാനുള്ള സാധ്യത നമ്മൾ കണ്ടിരിക്കണം കേട്ടോ. എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൽ 2025 കീം എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് സൊല്യൂഷനാണ്. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ദെൻ ബൈ, സി യു, ടേക്ക് കെയർ.